യെസ് മക്കളെ, എ ടു സെഡ് ഓർഗാനിക് കെമിസ്ട്രി എൻട്രൻസ് ബേസ്ഡ് ക്ലാസിന്റെ 11ാമത്തെ പാർട്ടാണ്. 10ാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് ഐസോമറിസമാണ്. ഐസോമറിസത്തിൽ തന്നെ ആദ്യത്തെ 3 ഐസോമറിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നെക്സ്റ്റ് 3 സ്ട്രക്ചറൽ ഐസോമറിസമാണ്. അതായത് ടോട്ടോമറിസം പഠിക്കാനുണ്ട്, റിംഗ് ചെയിൻ ഐസോമറിസം പഠിക്കാനുണ്ട്, മെറ്റാമറിസം പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല. ഓർഗാനിക് കെമിസ്ട്രിയിലെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ടോട്ടോമറിസമാണ്. ശരിക്ക് ശ്രദ്ധിച്ചോ മോനെ, ടോട്ടോമറിസം. നമ്മൾ മെറ്റാമറിസം വരുന്നുണ്ട്, നമ്മൾ ആ ഓർഡറിൽ എനിക്ക് തോന്നുന്നു അടുത്തതായിട്ട് മെറ്റാമറിസം ആണ് എന്ന് തോന്നുന്നു. ടോട്ടോമറിസം പഠിച്ചിട്ട് നമുക്ക് മെറ്റാമറിസത്തിലേക്ക് പോകാം. ടോട്ടോമറിസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും എഞ്ചിനീയറിംഗ് ജെയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും 2 ടോട്ടോമറിസത്തെ നിങ്ങൾ അറിയണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടോട്ടോമറിസത്തിൻ്റെ പേരുകളും കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ നിങ്ങൾ സിലബസിൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കേട്ടുകേൾവി ഉണ്ടാവില്ല എന്ന് കരുതി ഇത് ഔട്ടാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ മാത്രം അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഔട്ട് ഓഫ് NCERT ആണ് എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് ഈ വക വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നമുക്ക് ആ അറിവില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് NCERT അല്ല പഠിപ്പിക്കുന്നത്. ഔട്ട് ഓഫ് NCERT ഒരു സാധനം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, തരുന്ന സാധനത്തിൽ നിന്ന് ഇതിലേതാണ് ഔട്ട് ഏതാണ് ഇന്ന് എന്ന് നിങ്ങൾ ഇനി സോർട്ട് ചെയ്യരുത്. നന്നായി റിസർച്ച് ചെയ്ത് സോർട്ട് ചെയ്തിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ടോട്ടോമറിസം 2 വിധമുണ്ട്. ഒന്നാമൻ്റെ പേരാണ് കീറ്റോ ഈനോൾ ടോട്ടോമറിസം. രണ്ടാമൻ്റെ പേരാണ് നൈട്രോ അസി ടോട്ടോമറിസം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പേരൊന്നും ചിലപ്പോൾ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഔട്ടാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് കൃത്യമായിട്ടൊന്ന് കേൾക്കൂ. ഈ നൈട്രോ അസി എന്നുള്ള പേരൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അതിനെ പ്രൊഫഷണലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഗുണം ഇതിനുണ്ട്. അപ്പോൾ കീറ്റോ ഇനോൾ ടോട്ടോമറിസം ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നിങ്ങൾ ലിസ്റ്റ് ചെയ്യൂ. 2 ടൈപ്പ് ഐസോമറിസം ഉണ്ട്. ഒന്നാണ് കീറ്റോ ഇനോൾ ടോട്ടോമറിസം, മറ്റൊന്നാണ് നൈട്രോ അസി ടോട്ടോമറിസം. ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നത് കീറ്റോ ഇനോൾ ടോട്ടോമറിസം ആണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, കീറ്റോ എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം. കീറ്റോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് C+O എന്ന ഗ്രൂപ്പാണല്ലോ. അപ്പോൾ C+O ഉള്ള 2 ആളുകളെ നമുക്കറിയാം. ആൽഡിഹൈഡിനെ അറിയാം, കീറ്റോണിനെ അറിയാം. അപ്പോൾ ആൽഡിഹൈഡ് കീറ്റോണുകൾ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് കീറ്റോ ഇനോൾ ടോട്ടോമറിസം എന്ന് ഓർക്കുക. ആൽഡിഹൈഡോ കീറ്റോണോ ആയിരിക്കണം. C+O ഗ്രൂപ്പ് വേണം. കണ്ടീഷനുണ്ട്. ഒരാൾ ടോട്ടോമറിസം കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കണ്ടീഷനാണ് പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആണല്ലോ ആൽഫ. ആ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. ഞാൻ കാണിച്ചുതരാം മോനെ. ബോർഡിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. C+O എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെയുണ്ട്. ഇതാണ് കീറ്റോ ഫോം. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീറ്റോ ഫോം. എന്തുകൊണ്ട്? അവിടെ C+O എന്നൊരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട്. ആ കീറ്റോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ. അതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അതും ആൽഫ തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒന്ന് വെച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ആൽഫ കാർബണിൽ ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടാവുക എന്നതാണ് കണ്ടീഷൻ. ഇവിടെ ആൽഫ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ കീറ്റോ ഈനോൾ ടോട്ടോമറിസം നടക്കും. അപ്പൊ അടുത്ത ചോദ്യം, എന്താണ് കീറ്റോ ഈനോൾ ടോട്ടോമറിസം? മോനെ കേട്ടോട്ടാ. ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജനിലേക്ക് വരും. ഓക്സിജനിലേക്ക് ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടും. ഈ 2 ചേഞ്ച് നിങ്ങളൊന്ന് ഓർത്താൽ മതി. ആൽഫ ഹൈഡ്രജൻ ഓക്സിജനിലേക്ക് പോകും. അപ്പോൾ ഓക്സിജനിലേക്ക് ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ആൽഫ കാർബണിലേക്ക് വരും. അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൗണ്ട് ഇങ്ങനെ ഉണ്ടാകും. CH3 എന്നത് ഇനി CH2 എന്നാകും. ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോയല്ലോ. സിംഗിൾ ബോണ്ട് ഉണ്ടായിരുന്നത് ഡബിൾ ബോണ്ട് ആകും. ഈ C അവിടെ തന്നെ ഉണ്ട്. മുകളിൽ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. ഓക്സിജന്റെ കൂടെ ഹൈഡ്രജൻ വരും. പഠിച്ചില്ലേ? ഇപ്പുറത്തുള്ള സിംഗിൾ ബോണ്ട് CH3 കഥയൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേടാ. ഇവിടെ ലോങ്ങസ്റ്റ് പാരന്റൽ ചെയിനിൽ ഒരു ഡബിൾ ബോണ്ട് ഇല്ലേ? ഉണ്ട്. ഡബിൾ ബോണ്ട് വന്നാൽ ഈൻ എന്ന് പറയും. ആ ഡബിൾ ബോണ്ട് ഉള്ള കാർബണിൽ തന്നെ OH ഇല്ലേ? OH വന്നാൽ ഓൾ എന്ന് പറയും. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ഈനോൾ ഫോം. അപ്പൊ കീറ്റോ ഫോമും ഉണ്ട്, ഈനോൾ ഫോമും ഉണ്ട്. കീറ്റോ ഫോമിനും ഈനോൾ ഫോമിനും ഇടയിലുള്ള ഐസോമറിസം ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പേര് പറയുന്നത്? കീറ്റോ ഈനോൾ ടോട്ടോമറിസം എന്ന് പേര് പറയുന്നത്.
പഠിച്ചല്ലോ മോനെ. അപ്പോൾ കീറ്റോ ഇനോൾ ടോട്ടോമറിസത്തിൽ കീറ്റോ ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം. അത് ആൽഡിഹൈഡ് ആവാം, കീറ്റോൺ ആവാം. അത് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ അഥവാ ആൽഫ കാർബണിൽ ഒരു ഹൈഡ്രജൻ എങ്കിലും വേണം. മിനിമം ഒരു ഹൈഡ്രജൻ എങ്കിലും വേണം. എങ്കിൽ ആ ഹൈഡ്രജൻ ഓക്സിജനിലേക്ക് പോകും. ഓക്സിജൻ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് തിരിച്ച് കാർബണിലേക്ക് തിരിച്ചിറങ്ങി വരും. അങ്ങനെ ഈനോൾ ഫോം കിട്ടും. മോനെ, ഈ സാധനം ഒന്ന് പഠിച്ചു വെച്ചോ. ടോട്ടോമറിസം കാണിക്കുമ്പോൾ 2 ഫോം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കീറ്റോ ഫോമും ഉണ്ട്, ഈനോൾ ഫോമും ഉണ്ട്. കീറ്റോ ഫോം സ്റ്റേബിൾ ആണ്, ഈനോൾ ഫോം അൺസ്റ്റേബിൾ ആണ്. ഇത് ജനറലി പറയാൻ പറ്റിയ കാര്യമാണ്. കീറ്റോ ഫോം ജനറലി സാധാരണ കീറ്റോ ഫോം സ്റ്റേബിൾ ആണ്, ഈനോൾ ഫോം അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അസറ്റോൺ ഉണ്ടല്ലോ, ഈ അസറ്റോണിനെ നീ ഇപ്പോൾ ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ ടോട്ടോമറിസം നടക്കും. ഈ പറഞ്ഞ ഐസോമറിസം നടക്കും. ഈ ഐസോമറിസത്തിന്റെ പേരാണെന്ത്? ടോട്ടോമറിസം. പഠിച്ചില്ലേ? ഈ ഐസോമറിസം ഓട്ടോമാറ്റിക്കലി അങ്ങനെ നടക്കും. നീ അസറ്റോൺ ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ അതിൽ ടോട്ടോമറിസം നടന്നിട്ട് ആ സാമ്പിളിൽ തന്നെ കീറ്റോ ഫോമും ഉണ്ടാകും, ഈനോൾ ഫോമും ഉണ്ടാകും. പക്ഷേ ആരാണ് സ്റ്റേബിൾ? പറഞ്ഞടാ, കീറ്റോ ഫോമാണ് സ്റ്റേബിൾ, ഈനോൾ ഫോം അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അസറ്റോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കീറ്റോ ഫോം ആയിരിക്കും അതിൽ മേജർ കണ്ടന്റ് ആയിട്ട് ഉണ്ടാവുക. കീറ്റോ ഫോം ആണല്ലോ സ്റ്റേബിൾ. ഈനോൾ കണ്ടന്റ് കുറവായിരിക്കും, അത് മൈനർ ഫോമിലാണ് ഉണ്ടാവുക. അപ്പൊ ആരാണ് കൂടുതൽ അളവിൽ ഉണ്ടാവുക? ആരാണോ സ്റ്റേബിൾ അയാളാണ് കൂടുതൽ അളവിൽ ഉണ്ടാവുക. ജനറലി ആരാണ് സ്റ്റേബിൾ? കീറ്റോ ഫോം ആണ് സ്റ്റേബിൾ. അതുകൊണ്ട് കീറ്റോ ഫോം ആണ് എല്ലായ്പ്പോഴും ഒരു സാമ്പിളിൽ അളവിൽ കൂടുതൽ ഉണ്ടാവുക. ഈനോൾ ഫോം എവിടെയാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ നീ മനസ്സിലാക്കണം, എക്സെപ്ഷണലി 2 കേസിൽ ഈനോൾ ഫോം എന്താകുന്നുണ്ട്? സ്റ്റേബിൾ ആകുന്നുണ്ട്. ഓർത്തു വെക്കണേ, ഈനോൾ ഫോം സ്റ്റേബിൾ ആകുന്ന 2 കണ്ടീഷൻ ഉണ്ട്. ആ 2 കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് കീറ്റോ ഫോം ആണ് ജനറലി സ്റ്റേബിൾ. എന്നാൽ ഈനോൾ ഫോം സ്റ്റേബിൾ ആകുന്ന 2 കണ്ടീഷനുണ്ട്. ആ 2 കണ്ടീഷനിൽ ഈനോൾ ഫോം ആണ് കീറ്റോ ഫോമിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ അവിടെ ഏത് കീറ്റോ കണ്ടന്റ് ആണോ ഈനോൾ കണ്ടന്റ് ആണോ കൂടുതൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ നീ എന്ത് പറയണം? ഈനോൾ കണ്ടന്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എക്സെപ്ഷൻസ്. 2 എക്സെപ്ഷൻ ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എക്സെപ്ഷൻ ഞാൻ എഴുതുന്നുണ്ട്. നിങ്ങൾ നോക്കിയേടാ, ഇവിടെ 2 C ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പില്ലേ? ഏതെങ്കിലും ഒരു C ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പിനെ ടോട്ടോമറിസം നടക്കുള്ളൂ. ഞാൻ ഇയാളാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഇനി അടുത്തത് 2 ആൽഫ കാർബൺ ഉണ്ട്. ഇവിടെ ആൽഫ 1 ഉണ്ട്, ഇവിടെ ആൽഫ 2 ഉണ്ട്. നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് എഴുതി വെച്ചോളണം. ആൽഫ 2വിൽ നിന്നാണ് ടോട്ടോമറിസം നടക്കുക. ആൽഫ 2വിലാണ് ടോട്ടോമറിസം നടക്കുക. എവിടെയാണോ ഹൈഡ്രജൻ കുറവ് അവിടെ നിന്നുള്ള ഹൈഡ്രജനാണ് ടോട്ടോമറിസത്തിൽ പങ്കെടുക്കുക. ഓർത്തു വെക്കണേ, 2 ആൽഫ കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എവിടെയാണോ കുറവ് ആ ഭാഗത്തുള്ള ഹൈഡ്രജനാണ് ടോട്ടോമറിസത്തിൽ പങ്കെടുക്കുക. അപ്പോൾ ആൽഫ 2 ആണല്ലോ മോനെ ഇവിടെ ടോട്ടോമറിസത്തിൽ പങ്കെടുക്കുന്നത്. ആൽഫ 2 ആണ്. അപ്പോൾ ആ ആൽഫ 2വിലുള്ള ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുമെന്നും ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടുമെന്നുമാണല്ലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. അതുപ്രകാരം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിനെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ആൽഫ 1 എന്ന CH3 ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഉണ്ട്. സിംഗിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് OH. ശരിയല്ലേ? ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് പൊട്ടി. ഇവിടെ ഉണ്ടായിരുന്ന സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി, CH2 എന്നത് CH ആയി. സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് CH3. ഈ ഒരു പാർട്ടിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിക്കേടാ, ഇപ്പോൾ ഉണ്ടായ ഈ കോമ്പൗണ്ടിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഇയാളെ നമ്മൾ കീറ്റോ ഫോം എന്ന് പേര് വിളിക്കും. ശരിയല്ലേ? കീറ്റോ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇയാളെ നമ്മൾ ഈനോൾ ഫോം എന്നാണ് പേര് വിളിക്കുക. കാര്യം ഡബിൾ ബോണ്ടും OHും ഒരേ കാർബണിൽ വന്നതുകൊണ്ട്. ഈ ഈനോൾ ഫോം ഹൈലി സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇയാൾ സ്റ്റേബിൾ ആവാനുള്ള കാരണം? ഇവിടെ ഉണ്ടായ OHന് തൊട്ടടുത്തുള്ള ഓക്സിജനുമായിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ഈനോൾ ഫോമാണ് ഇവിടെ സ്റ്റേബിൾ. ആരെക്കാളും? കീറ്റോ ഫോമിനെക്കാളും സ്റ്റേബിൾ. കീറ്റോ ഫോം അൺസ്റ്റേബിൾ എന്ന് പറയണ്ട, കീറ്റോ ഫോമിന് ജനറലി ഉള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും. അതിനേക്കാൾ സ്റ്റേബിൾ ആണ് ഈനോൾ ഫോം ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഓർത്ത് വെച്ചോളണേ, ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ സാധാരണഗതിയിൽ കീറ്റോ ഫോമാണ് കൂടുതൽ ഉണ്ടാവുക. ഈനോൾ ഫോമിന് എക്സ്ട്രാ എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടാവാനുള്ള റീസൺസ് അവിടെ ഉണ്ടെങ്കിലാണ് ഈനോൾ ഫോം സ്റ്റേബിൾ ആവുക. അതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ പഠിപ്പിച്ചു. ഇവിടെ ഈനോൾ ഫോമിനെ സ്റ്റേബിൾ ആക്കിയ ഫാക്ടർ എന്താണ് എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്. പറ, ഹൈഡ്രജൻ ബോണ്ടിങ്. മനസ്സിലായല്ലോ? എക്സെപ്ഷൻ നമ്പർ 1. എക്സെപ്ഷൻ നമ്പർ 2 ആണ് മോനെ ഈ കാണുന്നത്. നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ
ഒരു സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പിനെ നിങ്ങൾ കാണുന്നുണ്ട്, കീറ്റോ ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ. ആ കീറ്റോ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റിൽ ഒരു ആൽഫയുണ്ട്, റൈറ്റിൽ മറ്റൊരു ആൽഫയുണ്ട്. റൈറ്റിലുള്ള ആൽഫ ഞാൻ എഴുതുന്നേ ഇല്ല, നിങ്ങളോട് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരും. ഇപ്പോൾ ഒന്ന് കേട്ടാൽ മതി. ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് ആൽഫ കാർബൺ എങ്കിൽ അതിലെ ഹൈഡ്രജൻ ടോട്ടോമറിസത്തിൽ പങ്കെടുക്കില്ല. ഞാൻ എന്താ പറഞ്ഞത്? ആൽഫ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ടോട്ടോമറിസത്തിൽ പങ്കെടുക്കില്ല. മനസ്സിലായ മോനെ? എന്താ ഒന്നുകൂടെ പറയുന്നു. ആൽഫ കാർബൺ ഡബിൾ ബോണ്ടുള്ള കാർബൺ ആണെങ്കിൽ അവിടെയുള്ള ഹൈഡ്രജൻ ടോട്ടോമറിസത്തിൽ പങ്കെടുക്കില്ല. അപ്പൊ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലാത്ത ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടല്ലോ, ആൽഫ കാർബൺ ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടേ, ഇപ്പൊ ഞാൻ ഈ എഴുതിയ ആൽഫയിൽ 2 ഹൈഡ്രജൻ ഇല്ലേ? CH2 എന്നാണല്ലോ. ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇനി ഇതാ ഞാൻ ആൽഫയെ അവിടെ നിന്ന് സ്ഥലം വായിക്കാണ്. ആൽഫ ഇവിടെ കിടക്കട്ടെ, ഇതാ ഇവിടെ ആൽഫ എന്ന് കിടക്കട്ടെ. അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇനി എന്ത് സംഭവിക്കും? അതിലൊരു ഹൈഡ്രജൻ ഓക്സിജനിലേക്ക് വരും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടും. നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും. ഇതാ ഈ റിങ്ങിനെ ഞാൻ ഇങ്ങനെ വരക്കുന്നു. ഇവിടെ ഓൾറെഡി ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇപ്പോൾ നേരെ മുകളിലേക്ക് ഉണ്ടായിരുന്ന ഒരു ഡബിൾ ബോണ്ട് താഴേക്ക് ഇറങ്ങി, അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ടായി. ഇപ്പുറത്ത് സിംഗിൾ ബോണ്ട് എന്നായി ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ വന്നു. ഇതാരാണ് ആളടാ? ഇത് ഫീനോൾ അല്ലേ? ഇത് ഫീനോളാണ്. ഇയാളും ഇത് ഫീനോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്ന കോമ്പൗണ്ടിന്റെ ഈനോൾ ഫോം ആണ്. ഓർക്കണം, എന്താ കാര്യം? ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഡയറക്റ്റ് അല്ലേടാ OH വന്നേക്കുന്നത്. അപ്പോൾ ഫീനോൾ ഈസ് എ ടൈപ്പ് ഓഫ് ഈനോൾ ഫോം. ഒരു ടോട്ടോമറിസത്തിലെ ഈനോൾ ഫോം ആണ് ഫീനോൾ. മനസ്സിലായല്ലോ? അപ്പൊ പറ, ഇവിടെ ഫീനോൾ സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ് ഫീനോൾ സ്റ്റേബിൾ ആയത്? ബിക്കോസ് അവിടെ റെസൊണൻസ് കാണിക്കാൻ പറ്റും. റെസൊണൻസ് കാണിക്കാൻ പറ്റുന്നത് കൊണ്ട് ഇയാൾ സ്റ്റേബിൾ ആണ്. അപ്പോൾ ഫീനോളില് ഇതാ നിങ്ങൾക്കറിയാലോ, ഈ ലോൺ പെയറിന് ഇങ്ങോട്ട് ഇറങ്ങി വരാം. അപ്പോൾ അതുവഴി ഫർദർ റെസൊണൻസ് ഇങ്ങനെ നടക്കും എന്നതുകൊണ്ട് ഇയാൾ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. നേരത്തെ പഠിപ്പിച്ച സാധനം ഈനോൾ ഫോം സ്റ്റേബിൾ ആണ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഇപ്പൊ പഠിപ്പിച്ച സാധനം ഈനോൾ ഫോം സ്റ്റേബിൾ ആണ് ഡ്യൂ ടു റെസൊണൻസ്. റെസൊണൻസ് ആണ് മോർ സ്റ്റേബിൾ ദാൻ ഹൈഡ്രജൻ ബോണ്ടിങ്. അങ്ങനെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, നേരത്തെ ഞാനൊരു ഈനോൾ ഫോം കാണിച്ചായിരുന്നു. അയാൾ സ്റ്റേബിൾ ആയതിനേക്കാൾ സ്റ്റേബിൾ ആണ് റെസൊണൻസ് പ്രകാരം സ്റ്റേബിൾ ആകുന്ന ഒരു ഈനോൾ ഫോം. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നു. ഏതൊക്കെ? ആദ്യം പഠിപ്പിച്ച എക്സെപ്ഷൻ നമ്പർ 1, രണ്ടാമത് പഠിപ്പിച്ച എക്സെപ്ഷൻ നമ്പർ 2. എവിടെയാണ് ഈനോൾ ഫോം ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഈനോൾ ഫോം ഏറ്റവും കൂടുതൽ. കാര്യം ഇവിടെയാണ് ഈനോൾ ഫോം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ സ്റ്റേബിൾ. മോനെ, ഞാനിതിനെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു. ജനറലി കീറ്റോ ഫോം ആണ് സ്റ്റേബിൾ. ഈനോൾ ഫോം സ്റ്റേബിൾ ആകുന്ന 2 കണ്ടീഷൻ ഞാൻ അവതരിപ്പിച്ചു. ജനറലി ഇങ്ങനെ പഠിച്ചു വെച്ചോ, ഈനോൾ ഫോം സ്റ്റേബിൾ ആകുന്നത്, മോർ കണ്ടന്റ് വരുന്നത്, ഈനോൾ ഫോം മേജർ കണ്ടന്റ് ആയിട്ട് വരുന്നത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്തെങ്കിലും കിട്ടുമ്പോഴാണ്. അതിന് 2 എക്സാമ്പിൾ പഠിപ്പിച്ചു. ഹൈഡ്രജൻ ബോണ്ടിങ് വഴി സ്റ്റേബിൾ ആകുന്നതും റെസൊണൻസ് വഴി സ്റ്റേബിൾ ആകുന്നതും. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ആണ് ചെക്ക്. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? താഴെ പറയുന്ന ആളുകൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയുന്ന ആളുകൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എടാ, സി ഡബിൾ ബോണ്ട് ഓ എന്ന കീറ്റോ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഇതിന്റെ ആൽഫ കാർബണിലേക്ക് നോക്കിക്കേ. ഇതിൽ ആൽഫ കാർബൺ ഇല്ല. ഇയാളുടെ പേര് ഫോർമാൽഡിഹൈഡ് എന്നാണല്ലോ. ഫോർമാൽഡിഹൈഡ് അറിയാലോ, ഒരു CHO ഗ്രൂപ്പാണ് ഫോർമാൽഡിഹൈഡ്. ഒരു CHO ഗ്രൂപ്പാണ്. അതിൽ വേറെ കാർബൺ ഒന്നുമില്ല, ഒരു കാർബൺ മാത്രമുള്ള ആൽഡിഹൈഡിനെ ഫോർമാൽഡിഹൈഡ് എന്ന് പേര് പറയും. ഇവിടെ ആൽഫ കാർബണേ ഇല്ല. നോ ആൽഫ കാർബൺ. ആൽഫ കാർബൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവില്ലല്ലോ. നോ ആൽഫ ഹൈഡ്രജൻ. അതുകൊണ്ട് ഇയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഫോർമാൽഡിഹൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഹൈഡ്രജൻ ആൽഫയാണോ? അല്ല, അത് ആൽഫയല്ല. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആൽഫ കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജനാണ്. ഇവിടെ ആൽഫ കാർബണേ ഇല്ല. ഇതാ ഇവിടെ നോക്കിയാൽ ബെൻസാൽഡിഹൈഡ്. ഇതാണ് ബെൻസാൽഡിഹൈഡ്. അപ്പോൾ നമ്മുടെ ബെൻസാൽഡിഹൈഡിന് ടോട്ടോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. പൊന്നു മോനെ, എല്ലാവരും ശ്രദ്ധിക്കണേ. ബെൻസാൽഡിഹൈഡിലെ കീറ്റോ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ് ആൽഫ കാർബൺ. ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്. ആ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നോക്കിയേടാ, ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടോ നോക്കിയേ. ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. എന്താ കാര്യം? ഈ കാർബണിന്റെ 4 വാലൻസ് ഇപ്പൊ കംപ്ലീറ്റഡ് ആണ്. ഒന്ന് സി ഡബിൾ ബോണ്ടോ, ഒന്ന് ദാ ഈ കാർബൺ, ഒന്ന് ദാ ഇങ്ങോട്ട്, ഒന്ന് ദാ അങ്ങോട്ട് ഡബിൾ ബോണ്ട്.
കാർബണിന്റെ 4 വാലൻസിയും കംപ്ലീറ്റ് ആയാൽ പിന്നെ അവിടെ ഹൈഡ്രജൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ പറയുകയാണെ നോ ആൽഫ ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഇല്ല. ആൽഫ കാർബൺ ഉണ്ട്, പക്ഷെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് ഇയാൾക്കും ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കാർബണൈൽ ഗ്രൂപ്പ് സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ബെൻസീൻ റിംഗിലേക്ക് അറ്റാച്ച് ചെയ്താൽ ആ ബെൻസീൻ റിംഗിൽ പിന്നെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവില്ല എന്നോർക്കുക. ആ ഭാഗം കൊണ്ട് അയാൾക്ക് എന്ത് കാണിക്കാൻ പറ്റില്ല? ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. ഇയാളൊന്ന് നോക്കിയേ, മൂന്നാമത്തെ കോമ്പൗണ്ട്, ഇവന്റെ പേരാണ് ബെൻസോഫിനോൺ. അറിയാവുന്ന ആളാണ്. സി ഡബിൾ ബോണ്ടോ ഒ എന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. സി ഡബിൾ ബോണ്ടോ എന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്, ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്. മഞ്ഞ കളറിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആൽഫ കാർബണില് 2 ആൽഫ കാർബണിലും ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്ക്. ബെൻസീൻ റിംഗ് ആണല്ലോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ആൽഫ ഹൈഡ്രജൻ ഇല്ല, ഇവിടെയും ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു കീറ്റോ ഗ്രൂപ്പിനെ ബെൻസീൻ റിംഗിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്താൽ അവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവില്ല. therefore it cannot show ടോട്ടോമറിസം. CH3CHO സി ഡബിൾ ബോണ്ടോ എന്ന ഗ്രൂപ്പാണ് ഇത്. ആൽഫ കാർബൺ ഉണ്ട്, ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്. അയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റും. അടുത്ത കോമ്പൗണ്ട് വരച്ചോ. ഇതൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കോമ്പൗണ്ട് വരച്ചോളണേ. ഇവന്റെ പേര് പഠിച്ചോളണേ. ഇവന്റെ പേര് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, അസറ്റോഫിനോൺ എന്നാണ്. ഒരു സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിന്റെ ഒരു സൈഡിൽ CH3 ഗ്രൂപ്പും മറ്റേ സൈഡിൽ ബെൻസീൻ റിംഗും. പേരെന്താ? അസറ്റോഫിനോൺ. അസറ്റോഫിനോണിനെ വിളിക്കുന്ന മറ്റൊരു പേര്, അസറ്റോഫിനോണിനെ ഓർമ്മ വരുന്ന കാലത്തെല്ലാം ഞാൻ ഇവനെ ചോദിക്കാറുണ്ട്. അസറ്റോഫിനോണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹിപ്നോൺ. എന്താണ് പേര്? ഹിപ്നോൺ എന്നാണ് പേര്. അപ്പൊ ഓപ്ഷനിൽ ഉണ്ടാവുക അസറ്റോഫിനോൺ എന്ന് മാത്രമാണ്. ചിത്രം അറിയാമെങ്കിലല്ലേ ഇയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാരും പറഞ്ഞേ, എല്ലാരും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതി നോക്കിക്കേ, അസറ്റോഫിനോണിന് ടോട്ടോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ. ഇയാൾക്ക് ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്, അവിടെ ഹൈഡ്രജൻ ഉണ്ട്. അയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റും. ശരിയല്ലേ മോനെ? ഇയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല സാറേ ഇപ്പുറത്തൊരു ആൽഫ കാർബൺ ഇല്ല, അവിടെ ഇല്ലല്ലോ. ഇല്ല. അതുകൊണ്ട് തന്നെ ആ സൈഡ് വെച്ച് അയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ആൽഫ കാർബണും അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായാൽ മതി, അയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റും. ഹോംവർക്ക് ആണ്. ഹോംവർക്ക് നമ്പർ 1, ഹോംവർക്ക് നമ്പർ 2. മോനെ വീഡിയോ കാണുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിന്റെ നേരെ താഴെ കമന്റ് ബോക്സിൽ ഇതിന്റെ ഹോംവർക്ക് നമ്പർ 1 ക്യാൻ ഷോ ടോട്ടോമറിസം ഓർ കനോട്ട് ഷോ ടോട്ടോമറിസം എഴുതിക്കൊള്ളണം. ഹോംവർക്ക് നമ്പർ 2 ക്യാൻ ഷോ ടോട്ടോമറിസം കനോട്ട് ഷോ ടോട്ടോമറിസം എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഇട്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് തിരുത്തി തരും. നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ആവശ്യത്തിനാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്ന ചെറിയ ചെറിയ പണികളൊക്കെ നിങ്ങളൊന്ന് സഹകരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണത്? ഞാൻ വായിച്ചു തരുന്നുണ്ട്. ഹൈഡ്രജൻ അറ്റ് ബ്രിഡ്ജ് ഹെഡ് ഡബിൾ ബോണ്ടഡ് കാർബൺ, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ, ഈ 3 ഹൈഡ്രജന് കനോട്ട് ഷോ ടോട്ടോമറിസം. ഓർത്ത് വെച്ചോളണേ, 3 സ്ഥലങ്ങളിലുള്ള ഹൈഡ്രജന് ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. ഏതാണ് ആ 3 സ്ഥലം? ഒന്ന് ബ്രിഡ്ജ് ഹെഡ്. ബ്രിഡ്ജ് ഹെഡ് എന്ന് പറഞ്ഞാൽ ബൈസൈക്ലോ കോമ്പൗണ്ടിനെ കണക്ട് ചെയ്യുന്ന കാർബണിനെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് ഹെഡ് എന്ന് ബൈസൈക്ലോ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടെയാണ് ആൽഫ കാർബൺ. അവിടെ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ കോയി ഫായിദ നഹി ഹെ. ബ്രിഡ്ജ് ഹെഡിലുള്ള ഹൈഡ്രജനെയും ഡബിൾ ബോണ്ടിലുള്ള ഹൈഡ്രജനെയും ട്രിപ്പിൾ ബോണ്ടിലുള്ള ഹൈഡ്രജനെയും ആൽഫ ഹൈഡ്രജൻ ആണെങ്കിലും ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. ഇത് വളരെ പ്രധാനമാണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇനി കാണാൻ പോകുന്നത്. ഈ പറയുന്ന കോമ്പൗണ്ടുകൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചർച്ച. മോനെ നോക്കിക്കോ, ഇതാണല്ലോ നമ്മുടെ കീറ്റോ കോമ്പൗണ്ട്. ഈ കീറ്റോ കോമ്പൗണ്ടിന്റെ ആൽഫ കാർബൺ നോക്ക്. ഇവിടെ ആൽഫ, ഇവിടെ ആൽഫ. ആൽഫ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി അവിടെ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നീ നോക്കണ്ട. അയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. കാര്യം എന്താ? ആൽഫ കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബണോ ബ്രിഡ്ജ് ഹെഡോ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ശരി, അയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കിക്കോട്ടാ, രണ്ടാമത്തെ കോമ്പൗണ്ട്. ഇയാളെ കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കുന്നത്. ഇതാണ് നമ്മുടെ കീറ്റോ കോമ്പൗണ്ട്. അതിന്റെ ആൽഫ കാർബൺ ഇവിടെ ഉണ്ട്. അത് ബ്രിഡ്ജ് ഹെഡാ. കാണുന്നില്ല നിങ്ങൾ? അതൊരു ബ്രിഡ്ജ് ആണല്ലോ. ബ്രിഡ്ജ് ഹെഡ് എന്ന് പറഞ്ഞാൽ ബൈസൈക്ലോ കോമ്പൗണ്ടുകളെ കണക്ട് ചെയ്യുന്ന കാർബണാണ്. ആ കാർബണിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ശരി ടോട്ടോമറിസത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇയാൾക്ക് കനോട്ട് ഷോ ടോട്ടോമറിസം കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ആൽഫ കാർബൺ കൂടെ ഉണ്ട്. ഇവിടെ ആൽഫ കാർബൺ ബ്രിഡ്ജ് ഹെഡ് ഒന്നും അല്ല, ഡബിൾ ബോണ്ടും അല്ല, ട്രിപ്പിൾ ബോണ്ടും അല്ല.
പക്ഷെ അവിടെ ഹൈഡ്രജനേ ഇല്ല. കാര്യം ആ കാർബണിന്റെ 4 വാലൻസി കംപ്ലീറ്റഡ് ആണെന്ന് നോക്കിയേ. ഇങ്ങോട്ടൊരു വാലൻസി കംപ്ലീറ്റഡ് ആണ്, ഇങ്ങോട്ട് കംപ്ലീറ്റഡ് ആണ്, ഇങ്ങോട്ട് കംപ്ലീറ്റഡ്, ഇങ്ങോട്ട് കംപ്ലീറ്റഡ്. അവിടെ നോ ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ കാര്യത്തിന് പറ്റില്ല. മനസ്സിലായില്ലേ? കാര്യത്തിന് പറ്റാത്ത ഹൈഡ്രജനെ കൊടുന്നിട്ട് കിടത്തിയിട്ട് വല്ല കാര്യം ഉണ്ടടാ? ഒന്നുമില്ല. കനോട്ട് ഷോ ടോട്ടോമറിസം. ഒരിടത്ത് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ ബ്രിഡ്ജ് ഹെഡ് ആയി പോയി. മറ്റിടത്ത് ബ്രിഡ്ജ് ഹെഡ് ഒന്നും അല്ല, പക്ഷെ ഹൈഡ്രജൻ ഇല്ലാണ്ടായി പോയി. കനോട്ട് ഷോ ടോട്ടോമറിസം. അടുത്തവനെ നോക്കിയേ. സി ഡബിൾ ബോണ്ട് എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അറ്റാച്ച് ചെയ്ത ഈ കാർബൺ ആൽഫയാണ്, ഈ കാർബൺ ആൽഫയാണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ കാര്യത്തിന് പറ്റൂല, ബ്രിഡ്ജ് ഹെഡാ. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഉണ്ട്. 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ഹൈഡ്രജൻ. ശരിയല്ലേ? കാര്യം അതിന്റെ 2 വാലൻസി കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കി 2 ഹൈഡ്രജൻ ആയിരിക്കും. അത് ബ്രിഡ്ജ് ഹെഡ് ആണോ? അല്ല. അതിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇയാൾക്ക് ക്യാൻ ഷോ ടോട്ടോമറിസം. മനസ്സിലായില്ലേ മോനെ? അടുത്ത കോമ്പൗണ്ട് നോക്കിയതാ. ഇവിടെ സി ഡബിൾ ബോണ്ടോ എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെയാണ്. അറ്റാച്ച് ചെയ്യുന്ന ഒരു കാർബൺ ഇത് ആൽഫ കാർബണാ, ഇതും ആൽഫ കാർബണാ. കാര്യത്തിന് പറ്റാത്ത ആൾക്കാരാണ്. ആൽഫ കാർബണിൽ 2 ബ്രിഡ്ജ് ഹെഡ് ആയി പോയി. അപ്പൊ പിന്നെ കാര്യത്തിന് പറ്റില്ല, ഒഴിവാക്കി. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ എഴുതിയത് ഒന്നുകൂടെ അയവർത്തിട്ട് നമ്മൾ ഒന്ന് ഓർത്തിട്ട് പോവുകയാണ്. ഹൈഡ്രജൻ അറ്റ്, ബ്രിഡ്ജ് ഹെഡ്, ഡബിൾ ബോണ്ടഡ് കാർബൺ, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ. ഈ 3 സ്ഥലങ്ങളിലുള്ള ഹൈഡ്രജന് ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. അടുത്തത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടോട്ടോമറിസം ആണ്. ഇവന്റെ പേരാണ് ഗാമ ടോട്ടോമറിസം, ഓർ ഇറ്റ് ഈസ് കോൾഡ് പാരാടോട്ടോമറിസം. ഗാമ ടോട്ടോമറിസം ഓർ പാരാടോട്ടോമറിസം ഒന്ന് പഠിച്ചു വെച്ചോട്ടാ. എന്താണ് ഗാമ ടോട്ടോമറിസം ഓർ പാരാടോട്ടോമറിസം? ഇഫ് ദർ ഈസ് ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ, ആൽഫ ബീറ്റ കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ടേക്സ് പാർട്ട് ഇൻ ടോട്ടോമറിസം. ആൽഫ അല്ല, ഗാമ ഹൈഡ്രജൻ ടേക്സ് പാർട്ട് ഇൻ ടോട്ടോമറിസം. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ കോമ്പൗണ്ടിനെ ഒന്ന് നോക്കിക്കേ. ഈ കോമ്പൗണ്ടിനെ നോക്കിയേടാ. സി ഡബിൾ ബോണ്ട് ഒ എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സി ഡബിൾ ബോണ്ട് ഒ എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതാണല്ലോ കീറ്റോ ഫോം. അതിന്റെ ആൽഫ കാർബണുകളിലാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആൽഫ കാർബണുകൾ ഇതൊരു ആൽഫ കാർബണാ, ഇതും ആൽഫ കാർബണാ. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ കാര്യത്തിന് പറ്റൂല. കാര്യം ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻ ടോട്ടോമറിസം, ഡബിൾ ബോണ്ടിലുള്ള ഹൈഡ്രജൻ ടോട്ടോമറിസം കാണിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പൊന്നുമോനെ, എന്ന് കരുതി ഇയാൾക്ക് കനോട്ട് ഷോ ടോട്ടോമറിസം എന്ന് പറയാൻ വരട്ടെ. അങ്ങനെ പറയാനായിട്ടില്ല. കാര്യം ഇവിടെ ആൽഫയും ബീറ്റയും ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഇല്ലേ? 2 ഭാഗത്ത് കൂടി ആൽഫയും ബീറ്റയും തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് ഇല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ. ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ ഗാമ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഗാമ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ ഹൈഡ്രജൻ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പൊ ഗാമ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ടേക്സ് പാർട്ട് ഇൻ ടോട്ടോമറിസം. ഇവിടെ ടോട്ടോമറിസം നടക്കും എന്നതാണ് നമ്മുടെ റിസൾട്ട്. ടോട്ടോമറിസം നടക്കും. പഠിച്ചില്ലേ മോനെ? അപ്പൊ എവിടെ ടോട്ടോമറിസം നടക്കും എന്നതിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇഫ് ദർ ഈസ്, ഇത് പഠിച്ചു വെച്ചോ, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ ഗാമ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ടോട്ടോമറിസം നടക്കും. നമുക്ക് അതിന്റെ ഫർദർ എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. ഇവിടെ സി ഡബിൾ ബോണ്ട് ഒ എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. സി ഡബിൾ ബോണ്ട് എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇയാൾക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്തു നോക്ക്. എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യും മോനെ. ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് അടുത്ത ആൽഫ, ഇത് ബീറ്റ, ഇത് ബീറ്റ. ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഗാമ പൊസിഷനിൽ ചെന്ന് നോക്കി. ഗാമ പൊസിഷനിൽ പക്ഷേ എന്തില്ല? നോ ഹൈഡ്രജൻ. അവിടെ ഹൈഡ്രജൻ ഇല്ല. കാര്യം എന്താ? അവിടെ 4 വാലൻസിയും കംപ്ലീറ്റഡ് ആണ്. 4 വാലൻസിയും കംപ്ലീറ്റഡ് ആണ്. അപ്പൊ 4 വാലൻസി കംപ്ലീറ്റഡ് ആയതുകൊണ്ട് അയാൾക്ക് കനോട്ട് ഷോ ടോട്ടോമറിസം. ഇവിടെ ആൽഫ ബീറ്റയും അൺസാച്ചുറേഷൻ ഉണ്ട്, പക്ഷേ ഗാമ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ അടുത്ത കോമ്പൗണ്ട് നോക്കി. ഇവിടെ ഗാമ ഹൈഡ്രജൻ ഒക്കെ ഉണ്ട്, ഗാമ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ എന്തില്ല? ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഇല്ല. ആൽഫയും ബീറ്റയും തമ്മിൽ ഇവിടെ അൺസാച്ചുറേഷൻ ഇല്ലല്ലോ, ഡബിൾ ബോണ്ട് ഇല്ലല്ലോ. അപ്പൊ ഇയാൾക്കും കനോട്ട് ഷോ ടോട്ടോമറിസം. ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം കേട്ടോ. ആൽഫ കാർബണിൽ ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ആൽഫ കാർബൺ. ആ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല, 4 വാലൻസിയും കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ഇവിടെ നോ ആൽഫ ഹൈഡ്രജൻ, ആൽഫ ഹൈഡ്രജൻ ഇല്ല. നോ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ.
ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഇല്ല. ഇവിടെ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ട്, പക്ഷേ ഗാമ പൊസിഷനിൽ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഇയാൾക്കും കനോട്ട് ഷോ ടോട്ടോമറിസം. പഠിച്ചല്ലോ. അടുത്തതാണ് ടോട്ടോമറിസത്തിൽ അടുത്ത ടൈപ്പാണ് മോനെ നൈട്രോ അസിറ്റോട്ടോമറിസം. നൈട്രോ കോമ്പൗണ്ടിനെ നിങ്ങൾക്കറിയാം. ആരാണ് പ്രൈമറി നൈട്രോ കോമ്പൗണ്ട്? നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പാണ്, NO2 ഗ്രൂപ്പ്. അപ്പോൾ പ്രൈമറി നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, CH3 സിംഗിൾ ബോണ്ട് NO2 ഒരു പ്രൈമറി കാർബണിലേക്കാണ് NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത്. പ്രൈമറി കാർബണൊക്കെ നിങ്ങൾക്കറിയാം. സെക്കൻഡറി നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കാർബണിലേക്കാണ് CH3 CH സിംഗിൾ ബോണ്ട് CH3. ഇവിടെയാണല്ലോ സെക്കൻഡറി കാർബൺ, അവിടെ NO2 വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി നൈട്രോ കോമ്പൗണ്ട്. ടേർഷ്യറി നൈട്രോ കോമ്പൗണ്ട് സ്വാഭാവികമായിട്ടും CH3 സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3, ഇവിടെ CH3, ഇവിടെ NO2. ഇങ്ങനെയാണ്. അതായത് NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് ഒരു ടേർഷ്യറി കാർബണിലാണ്. നിങ്ങൾ നോക്കിയിട്ട് പറ മോനെ, ഇവിടെ എവിടെയെല്ലാം ടോട്ടോമറിസം നടക്കും, എവിടെയെല്ലാം ടോട്ടോമറിസം നടക്കില്ല? ടോട്ടോമറിസത്തിന് ഒരു കണ്ടീഷനേ ഉള്ളൂ, ആൽഫ കാർബണിൽ എന്ത് വേണം? ഹൈഡ്രജൻ വേണം. ഈ NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഈ കാർബണല്ലേ ആൽഫ, അവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇറ്റ് ക്യാൻ ഷോ ടോട്ടോമറിസം. NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഈ കാർബൺ അല്ലേ ആൽഫ, അവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇറ്റ് ക്യാൻ ഷോ ടോട്ടോമറിസം. ടേർഷ്യറി നൈട്രോ കോമ്പൗണ്ടിൽ NO2 അറ്റാച്ച് ചെയ്ത ഈ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല, ഇറ്റ് കനോട്ട് ഷോ ടോട്ടോമറിസം. അപ്പൊ നൈട്രോ അസി ടോട്ടോമറിസം കാണിക്കാൻ പറ്റുന്നത് ആർക്കൊക്കെ? നൈട്രോ കോമ്പൗണ്ട് വേണം എന്നത് കണ്ടീഷൻ. നൈട്രോ കോമ്പൗണ്ട് ഉണ്ടായാൽ മാത്രം പോരാ, either it should be primary nitro compound or it should be secondary nitro compound. Tertiary nitro compound cannot show tautomerism because there is no alpha hydrogen. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. എക്സാമ്പിൾ ഇതാണടാ നേരത്തെ നമ്മൾ കണ്ട NO2 ഗ്രൂപ്പ്. ഇതൊരു പ്രൈമറി നൈട്രോ കോമ്പൗണ്ട് ആണ്, പ്രൈമറി നൈട്രോ കോമ്പൗണ്ട് ആണ്. കാര്യം NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഈ കാർബണിന് മറ്റൊരു കാർബണുമായേ ബന്ധമുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൈമറി എന്നാണല്ലോ പേര് പറയുക. അവിടെയാണെങ്കിൽ ഹൈഡ്രജൻ ഉണ്ട് താനും, ശരിയല്ലടാ, 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ടോട്ടോമറിസം നടക്കും. എങ്ങനെയാ ടോട്ടോമറിസം? എല്ലായിടത്തും ഒരുപോലെയാണ്. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട്, ഇവിടുന്ന് ഒരു ഡബിൾ ബോണ്ട് ഇങ്ങോട്ട്. അപ്പോൾ കിട്ടുന്ന സാധനത്തെ ഇങ്ങനെ നമുക്ക് എടുത്തെഴുതാം. CH3 എന്ന ഇദ്ദേഹം കഥയൊന്നും അറിഞ്ഞിട്ടില്ല. CH2 എന്നിടത്ത് ഇനി CH എന്നേ ഉണ്ടാവുള്ളൂ. സിംഗിൾ ബോണ്ട് ഉണ്ടായിരുന്നത് ഡബിൾ ബോണ്ടായി, നൈട്രജൻ മുകളിലേക്ക് ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി, ഓക്സിജന്റെ കൂടെ ഒരു ഹൈഡ്രജൻ വന്നു, ഈ കോർഡിനേറ്റ് ബോണ്ട് ഓക്സിജൻ അവിടെ തന്നെ കിടക്കുന്നു. പഠിച്ചില്ലേ? നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണെ, ഈ ഹൈഡ്രജൻ ഇല്ലടാ, ഈ ഹൈഡ്രജൻ അസിഡിക് ആണ്. കാര്യം OH ഗ്രൂപ്പ് അസിഡിക് ആണല്ലോ. OH ഗ്രൂപ്പിലെ H+ ആയിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ ഒരു അസിഡിക് നേച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ അസിഫോം എന്ന് പേര് പറയുന്നത്. ഇതോ നൈട്രോഫോം, അറിയാലോ, NO2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നൈട്രോഫോം, ആസിഡിക് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അസിഫോം. ഈ അസിഫോമിന്റെ പ്രത്യേകത ആസിഡ് ആയതുകൊണ്ട് തന്നെ ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സൊല്യൂബിൾ ഇൻ ആൽക്കലിയാണ്. സൊല്യൂബിൾ ഇൻ ആൽക്കലി, ആൽക്കലിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സൊല്യൂബിൾ ആയിട്ട് അത് മിസ്സിബിൾ ആണ്, ആൽക്കലിയുമായിട്ട് അത് റിയാക്ട് ചെയ്തോളും. അപ്പോൾ അസിഫോം ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യും എന്ന് ഓർത്ത് വെക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ റിയാക്ട് വിത്ത് ആൽക്കലി എന്ന് പ്രീവിയസ് ഇയറിൽ ഈ നൈട്രോ അസി ടോട്ടോമറിസത്തിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ സാധനമാണ്. ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്നും ഇവിടെ എഴുതി വെച്ചതാണ്. പ്രൈമറി നൈട്രോ കോമ്പൗണ്ട്, സെക്കൻഡറി നൈട്രോ കോമ്പൗണ്ട് ഹാവ് അസിഫോം. കാര്യം അവർക്ക് ടോട്ടോമറിസം കാണിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും സൊല്യൂബിൾ ഇൻ ആൽക്കലിയാണ്. ടേർഷ്യറി നൈട്രോ കോമ്പൗണ്ട് നോ അസിഫോം, അതിന് ആസിഡ് ഫോം ഇല്ല, അസിഫോം ഇല്ല, ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടേർഷ്യറി നൈട്രോ കോമ്പൗണ്ട് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലിയാണ്. ഇപ്പം എൻ്റെ വീട്ടിലൊരു നൈട്രോ കോമ്പൗണ്ട് ഉണ്ട്, അത് ആൽക്കലിയിൽ ഇട്ട് നോക്കി, അപ്പോൾ അത് സൊല്യൂബിൾ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് എയ്തർ പ്രൈമറി ഓർ സെക്കൻഡറി ആണ്. അത് സൊല്യൂബിൾ ആവുന്നില്ലെങ്കിൽ അത് ടേർഷ്യറി ആണ് എന്ന കാര്യം ഉറപ്പായി. ഡീലല്ലേ മോനെ? ടേർഷ്യറി നൈട്രോ കോമ്പൗണ്ട് എന്തുകൊണ്ടാണ് ആൽക്കലിയിൽ സൊല്യൂബിൾ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെച്ചോ, ടേർഷ്യറി നൈട്രോ കോമ്പൗണ്ട് cannot show tautomerism, therefore it have no അസിഫോം, അതിന് അസിഫോം ഇല്ല എന്നതാണ്. ഇതാണ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി? ആൽക്കലിയിൽ ഇൻസൊല്യൂബിൾ ഏതാണ്? ഇവിടെ പ്രൈമറി NO2 അല്ലടാ, പ്രൈമറി നൈട്രോ കോമ്പൗണ്ടാണ്. ഇത് ടേർഷ്യറി നൈട്രോ കോമ്പൗണ്ടാ, ഇത് സെക്കൻഡറി നൈട്രോ കോമ്പൗണ്ടാ, ഇത് ഫീനോളാ. പ്രൈമറി നൈട്രോ കോമ്പൗണ്ട് സൊല്യൂബിൾ ആണോ ഇൻസൊല്യൂബിൾ ആണോ? പ്രൈമറി നൈട്രോ കോമ്പൗണ്ട് സൊല്യൂബിൾ ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ്
അസിഫോം. സെക്കൻഡറി നൈട്രോ കോമ്പൗണ്ട് സൊല്യൂബിൾ ആണ്, ടെർഷറി നൈട്രോ കോമ്പൗണ്ട് സൊല്യൂബിൾ അല്ല. അപ്പോൾ ഇയാളാണ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അല്ല സാറാ ഫീനോളിനെ ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക? എടാ എന്തുകൊണ്ടാണ് പ്രൈമറി സെക്കൻഡറി ഒക്കെ സൊല്യൂബിൾ ആയത്? ബിക്കോസ് ഇറ്റ് ഹാസ് അസിഫോം. ആ അസിഫോമിൽ ആരുണ്ട്? ഒരു OH ഉണ്ട്. ആ OH ഉള്ളായത് കൊണ്ടാണല്ലോ അത് അസിഡിക് ആയത്. ആ OH ഓൾറെഡി എവിടെ ഉണ്ടല്ലോ, ഫീനോളിൽ ഉണ്ടല്ലോ. അപ്പോൾ ഫീനോൾ ഇറ്റ് സെൽഫ് ആൻ അസിഡിക്. ഫിനോൾ ഇറ്റ്സ് അസിഡിക് ആണ്. എല്ലാ ആൽക്കഹോളുകളും ഫിനോളുകളും എല്ലാം അസിഡിക് ആണ്. ആൽക്കഹോളിനേക്കാൾ സ്ട്രോങ് ആസിഡ് ആണ് ഫിനോൾ എന്ന് അതിൻ്റെ അസിഡിറ്റി ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്ന ഫിനോളും സൊല്യൂബിൾ ആണ്. സൊല്യൂബിൾ അല്ലാത്ത ഒരാളേ ഉള്ളൂ. ഓപ്ഷൻ സി ദിസ് ഈസ് ആൻസർ. ടെർഷറി നൈട്രോ കോമ്പൗണ്ടിന് ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല, അതിന് അസിഫോം ഇല്ല, അത് ആൽക്കലിൻ സൊല്യൂബിൾ ആണ്. ഇത് വളരെ പ്രധാനമായിട്ടൊന്ന് ഓർത്ത് വെച്ചോളൂ. അതിൻ്റെ വളരെ ഉള്ളിലേക്ക് ആന്തരികമായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. HCN-ഉം HNC-യും CN തിരിഞ്ഞ് NC ആയി. അപ്പോൾ നമ്മൾ അതിനെ ടോട്ടോമേഴ്സ് എന്നാണ് പേര് പറയുക. ഇതിനു മുമ്പ് ഞാൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സും പഠിപ്പിച്ചപ്പോൾ CN-ന് പകരം NC വന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആണ് എന്ന് ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ആ CN-ന്റെയും NC-യുടെയും കൂടെ ഉള്ളത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ, R ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആയിട്ടാണ് മനസ്സിലാക്കുക. R അല്ല H ആണോ, നമ്മൾ അതിനെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്നല്ല പറയാ. എന്താണ് പറ? ടോട്ടോമറിസമാണ്. ഓർത്ത് വെച്ചോളനെ, ടോട്ടോമറിസമാണ്. ഇതേപോലെ മറ്റൊരാളാണ് HNO2 HONO. നോക്കിക്കേ, NO2-ഉം ONO-യും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. പക്ഷെ കൂടെയുള്ള ആള് ഹൈഡ്രജൻ ആണെങ്കിൽ അതിന് ഫങ്ഷണൽ ഐസോമേഴ്സ് എന്നല്ല പേര് പറയുക, ടോട്ടോമേഴ്സ് എന്നാണ് പേര് പറയുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പേര് പറയണമെങ്കിൽ കൂടെയുള്ള ആള് R ഗ്രൂപ്പ് ആയിരിക്കണം. ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനിയാണടാ ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ മെറ്റാമറിസം കാണിക്കുന്നത്. മെറ്റാമറിസം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോവാണ്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മുടെ ലിസ്റ്റിൽ മെറ്റാമറിസം കഴിഞ്ഞിട്ടായിരുന്നു ടോട്ടോമറിസം. നമ്മൾ പറഞ്ഞപ്പോൾ ടോട്ടോമറിസം ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി പ്രയാസമൊന്നുമില്ല. മെറ്റാമറിസം കാണിക്കണമെങ്കിൽ നിർബന്ധമായും ഓർത്തു വെക്കേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രസൻസ് ഓഫ് എ ഡൈവാലന്റ് ഓർ ട്രൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരു ഡൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ ട്രൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം. എങ്കിലേ ടോട്ടോമറിസം കാണിക്കാൻ പറ്റുള്ളൂ, ഐ മീൻ മെറ്റാമറിസം കാണിക്കാൻ പറ്റുള്ളൂ. ആരാടാ ഡൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാവിങ് 2 വാലൻസി. 2 വാലൻസി ഉള്ളവനാണ് ഡൈവാലന്റ്, 3 വാലൻസി ഉള്ളവനാണ് ട്രൈവാലന്റ്. ആരാണ് ട്രൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാവിങ് 3 വാലൻസി. കുറേ എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാരാടാ? ഈതറാണ്. ഒരു ഓക്സിജന്റെ 2 ഭാഗത്തും സിംഗിൾ ബോണ്ട് വന്നാൽ അതിനെ വാലൻസി ആയിട്ട് ഉള്ള ഒരു ഓക്സിജന്റെ പേര് ഈതർ എന്നാണ്. CO വന്നാൽ കീറ്റോൺ ആണ്, COO വന്നാൽ എസ്റ്റർ ആണ്, C ഡബിൾ ബോണ്ട് O, OC ഡബിൾ ബോണ്ട് O ആസിഡ് അൻഹൈഡ്രൈഡ് ആണ്. അടുത്ത ആളെ നിങ്ങൾ അറിയും, NH വന്നാൽ സെക്കൻഡറി അമീനാണ്, N മാത്രം വന്നാൽ ടെർഷറി അമീനാണ്. ഇതിലിപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും ഡൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ടെർഷറി അമീൻ മാത്രം ട്രൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ ഈ കാണുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിലേ മെറ്റാമറിസം കാണിക്കാൻ പറ്റുള്ളൂ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളണേ, നോട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചോളണേ. ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതിൽ നിർബന്ധമാണ്. ഇനി അതിൽ ഒരാളും കൂടി ഉണ്ട്, ഞാനത് കൂടി എഴുതി വിടാം. ഇതാ S. എടാ ഓക്സിജൻ വന്നാൽ ഈതർ എന്നല്ലേ പേര്, S വന്നാൽ അതിൻ്റെ പേര് തയോ ഈതർ എന്നാണ്. അപ്പൊ തയോ ഈതർ വന്നാൽ അതും ഡൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്, അവർക്ക് മെറ്റാമറിസം കാണിക്കാൻ പറ്റും. എന്താണ് മെറ്റാമറിസം? അതിന്റെ ഡെഫിനിഷൻ ആണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മെറ്റാമറിസത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷേ ഡിഫറെന്റ് സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. നല്ലോണം മൈൻഡ് കൊടുത്ത് പഠിച്ചോളണേ. ഡിഫറെന്റ് സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് ആ രണ്ടാളുകളെ കുറിച്ച് നമ്മൾ മെറ്റാമേഴ്സ് എന്ന് പേര് പറയുക. ഞാനിവിടെ 3 ആളെ കൊടുത്തിട്ടുണ്ട്, 1, 2, 3. ഈ 3ന്റെയും പ്രത്യേകത, 3ലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്. 3ലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4 എണ്ണമാണ്, C4. ഹൈഡ്രജൻ എത്ര ഉണ്ട് എണ്ണി നോക്കിയേ, H10 ഉണ്ടാകും. 3, 2, 5, 5ഉം 5ഉം 10. ഒരു ഓക്സിജനും ഉണ്ട്, C4H10O എന്നാണ് ഈ 3 ആളുകളുടെയും
കെമിക്കൽ ഫോർമുല. ഇതിലുള്ള ഗ്രൂപ്പിനെ ഒന്ന് മനസ്സിലാക്കണേ. ഇതല്ലടാ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. O എന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഗ്രൂപ്പുകളുടെ പേരൊന്ന് ഞാൻ എഴുതുന്നുണ്ട്. ലെഫ്റ്റിലുള്ള ഗ്രൂപ്പിന്റെ പേര് ഈഥൈൽ എന്നാണ്, റൈറ്റിലുള്ള ഗ്രൂപ്പിന്റെ പേര് ഈഥൈൽ എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടത്തെ സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് പറയണം ഈഥൈൽ. ഈഥൈലുമാണ് സെറ്റ്. ഇനി ആ സെറ്റ് ഇങ്ങോട്ട് മാറും. ഇവിടെ ഏതാടാ ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്? മീഥൈല. ഇവിടെ ഏതാ? ഇവിടെ നോർമൽ പ്രൊപ്പൈല. വെറും പ്രൊപ്പൈൽ എന്ന് പറയരുത്. പ്രൊപ്പൈൽ മുതൽ അങ്ങോട്ട് പിന്നെ നോർമൽ പ്രൊപ്പൈൽ, ഐസോ പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ ആണെങ്കിൽ നോർമൽ, ഐസോ, സെക്ക്, ടേട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പ്രൊപ്പൈൽ എന്ന് പറഞ്ഞാൽ ഏത് പ്രൊപ്പൈലാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് പറഞ്ഞത് നോർമൽ പ്രൊപ്പൈല. അപ്പൊ ഇവിടുത്തെ സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? മീഥൈൽ നോർമൽ പ്രൊപ്പൈൽ. നേരത്തെയുള്ള സെറ്റ് എന്തായിരുന്നു? ഈഥൈൽ അല്ലടാ നേരത്തെയുള്ള സെറ്റ്. ഈഥൈൽ എന്നതാണ് സെറ്റ്. രണ്ടും ഒപ്പം പറഞ്ഞാൽ മതി. ഈഥൈൽ മീഥൈൽ നോർമൽ പ്രൊപ്പൈൽ. ആ സെറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറിയില്ലേ? അപ്പൊ ഡിഫറെന്റ് സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലടാ ഇവിടെ വന്നത്, ഡിഫറെന്റ് സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ ഈ രണ്ടിനെയും കുറിച്ച് നമ്മൾ എന്താ പേര് പറയുക? അവർ തമ്മിൽ മെറ്റാമേഴ്സ് ആണ് എന്നാണ് പേര് പറയുക. നമുക്ക് മൂന്നിനെയും കൂടി ഒന്ന് നോക്കാം. ഇവന്റെ പേരെന്ന് പറഞ്ഞ ഇവന്റെ പേരാണ് മീഥൈൽ, ശരിയല്ലേ? ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ ഇവന്റെ പേരാണ് ഐസോപ്രൊപ്പൈൽ. എന്താ പേര്? ഐസോപ്രൊപ്പൈൽ. പ്രൊപ്പൈൽ അല്ല, ഐസോപ്രൊപ്പൈൽ. നോർമൽ പ്രൊപ്പൈലും ഐസോപ്രൊപ്പൈലും ഉള്ളതിൽ ഏതാണ്? ഐസോപ്രൊപ്പൈൽ. നോക്കിക്കേടാ, വീണ്ടും സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ മാറി. അപ്പൊ ഇവിടെ 3 സെറ്റ് ഞാനിപ്പോ പറഞ്ഞു. ഈഥൈൽ എന്നൊരു സെറ്റ്, മീഥൈൽ നോർമൽ പ്രൊപ്പൈൽ എന്ന് രണ്ടാമത്തെ ഒരു സെറ്റ്, മീഥൈൽ ഐസോപ്രൊപ്പൈൽ എന്ന് മൂന്നാമതൊരു സെറ്റ്. ഈ മൂന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് പറയാം? 1, 2 and 3. മൂന്നിനെയും തമ്മിൽ നമുക്ക് എന്ത് പേര് പറയാം? മെറ്റാമേഴ്സ് ആണ് എന്ന് പേര് പറയാം. മെറ്റാമറിസം കാണിക്കുന്ന ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമേഴ്സ്. 2 കോമ്പൗണ്ടുകൾ തമ്മിൽ മെറ്റാമറിസം കാണിക്കുന്നുണ്ടെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് മെറ്റാമേഴ്സ്. പഠിച്ചില്ലേ കുഞ്ഞ്? അപ്പൊ മെറ്റാമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ എയ്തർ എന്ത് വേണം പറ? ഡൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ ട്രൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം. പിന്നെ രണ്ടാളുകൾ തമ്മിൽ മെറ്റാമേഴ്സ് ആവണമെങ്കിൽ അവരുടെ സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആയിരിക്കണം. ഇത്രയുമാണ് ഈ മെറ്റാമറിസത്തിൽ പറഞ്ഞത്. അടുത്തൊരു എക്സാമ്പിൾ ആണ് കാണിച്ചു തരുന്നത്. നോക്കിക്കോ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1, ഇവിടെ 2, 3, 4, 5, 6. ടോട്ടൽ ഇയാൾക്ക് 6 കാർബൺ ഉണ്ട്. ഇവിടെയോ 1, 2, 3, 4, 5, 6. 2 പേരിലും 6 കാർബൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സെയിം കെമിക്കൽ ഫോർമുല ആയിരിക്കും. ഇനി നമുക്ക് സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ ഏതൊക്കെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? മീഥൈലും ഉണ്ട്, ഈഥൈലും ഉണ്ട്, നോർമൽ പ്രൊപ്പൈലും ഉണ്ട്, ശരിയല്ലേ? ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു നോക്കിയാൽ സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈൽ 3 വാലൻസിയും ഈഥൈലാണ്. നോക്കിയാൽ ഈ സെറ്റാണോ ഇവിടെ? അല്ലല്ലോ, സെറ്റ് മാറിയില്ലേ? അപ്പൊ ഇവരെ തമ്മിൽ നമുക്ക് എന്താ പേര് വിളിക്കുക പറ? ടോട്ടോമേഴ്സ് എന്നാണ് പേര് വിളിക്കുക. മെറ്റാമേഴ്സ് എന്നാണ് പേര് വിളിക്കുക. ഇവരെ തമ്മിൽ എന്താണ് നമ്മൾ പേര് വിളിക്കുക? മെറ്റാമേഴ്സ് എന്നാണ് പേര് വിളിക്കുക. മനസ്സിലായില്ലേ? മെറ്റാമറിസം കാണിക്കുന്ന ആളുകളാണ് മെറ്റാമേഴ്സ്. ഈ പറയുന്നതിൽ ആർക്കൊക്കെ മെറ്റാമറിസം കാണിക്കാൻ പറ്റും? ഞാൻ മലയാളത്തിൽ ഇവിടെ ഒരു കാര്യം എഴുതി വെക്കുന്നുണ്ട്. മെറ്റാമറിസം കാണിക്കാനുള്ള ഒരു ഹിഡൻ കണ്ടീഷനാണ്. ഒരു കണ്ടീഷൻ, ഡിഫറെന്റ് സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടണമല്ലോ. ഡിഫറെന്റ് സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടണമെങ്കിലുള്ള ഒരു ഹിഡൻ കണ്ടീഷനാണ് ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ കൂടാതെ മിനിമം 4 കാർബൺ വേണം. ഓർത്തു വെച്ചോട്ടാ. ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ കൂടാതെ മിനിമം 4 കാർബൺ വേണം. ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ ഉണ്ടെങ്കിൽ അത് കൂട്ടൂല, അതല്ലാതെ മിനിമം 4 കാർബൺ വേണം. നിങ്ങൾ നോക്കിയേ, ഇതാണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിൽ കാർബൺ ഒന്നും ഇല്ല. ഇവിടെ ഒരു കാർബൺ, ആകെ മൊത്തം 2 കാർബൺ അല്ലേ ആയുള്ളൂ, കനോട്ട് ഷോ. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ആകെ മൊത്തം 3 കാർബൺ ഉണ്ട്, കനോട്ട് ഷോ. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ആകെ മൊത്തം 4 കാർബൺ ഉണ്ട്, 1, 2, 3, 4. അപ്പൊ ഇയാൾക്ക് കാണിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണിനെ കൂടാതെ ബാക്കി 4 കാർബൺ വേണം, എന്നാലേ ടോട്ടോമറിസം കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയാൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒരു കാർബൺ ഉണ്ട്, അതിനെ കൂട്ടണ്ട, അതിനെ മറച്ചു പിടിക്ക്. അത് കൂടാതെ 1, 2, 3 കാർബൺ അല്ലേ ഉള്ളൂ, കനോട്ട് ഷോ. മനസ്സിലായില്ലേ? അപ്പോൾ പൊന്നുമോനെ,
ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണിനെ കൂട്ടിയിട്ട് 4 ഉണ്ടായാൽ പോരാ, ഫങ്ഷണലിലെ കാർബൺ കൂടാതെ 4 എണ്ണം വേണം. ഇവിടെ നോക്കിയാൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒരു കാർബൺ ഉണ്ട്, അത് കൂട്ടണ്ട. അല്ലാതെ തന്നെ 1 2 3 4 കാർബൺ ഉണ്ടല്ലോ, ക്യാൻ ഷോ. അതെന്താ സാറേ ഇയാൾക്ക് പറ്റാത്തത്? ഞാൻ കാണിച്ചു തരാം. എടാ ഇയാളുടെ മെറ്റാമറിസം കാണിക്കണമെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആവണം, ടോട്ടൽ കാർബണിൻ്റെ എണ്ണം സെയിമും ആവണം. ഇതിലിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 കാർബണും റൈറ്റ് സൈഡിൽ 1 കാർബണും ആണുള്ളത്. നമുക്ക് അതിനൊന്ന് ചേഞ്ച് ചെയ്യാം. ലെഫ്റ്റിൽ 2 കാർബൺ എന്നുള്ളതിന് പകരം 1 കാർബൺ കൊടുക്കുക, CH3. അപ്പം ഇനി റൈറ്റിൽ എത്രണ്ണം കൊടുക്കേണ്ടി വരും? 2 എണ്ണം കൊടുക്കേണ്ടി വരും, CH2 CH3 എന്ന് കൊടുക്കേണ്ടി വരും. കാര്യം അപ്പോഴല്ലേ 3 കാർബൺ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതല്ലാതെ മറ്റൊരു ഫ്രാഗ്മെന്റ് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ടോട്ടൽ 3 കാർബൺ ഉണ്ടെങ്കിൽ ആകെ നിനക്ക് മുറിക്കാൻ പറ്റുക 1 2 എന്നല്ലേ മുറിക്കാൻ പറ്റുള്ളൂ. ടോട്ടൽ 3 കാർബണേ ഉള്ളൂ, 1 2 ഇങ്ങനെ 2 ആയിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ മാക്സിമം പോയാൽ ഇത് 2 ഇത് 1 എന്നാക്കേണ്ടി വരും. ഇതൊക്കെ 1 തന്നെയല്ലേ. ഇവന്റെ പേരെന്താ? മെത്തോക്സി മീഥൈൻ, മെത്തോക്സി ഈഥൈൻ, മെത്തോക്സി ഈഥൈൻ എന്ന് പേര് പറയും. അതന്നല്ലേ ഇവനും മെത്തോക്സി ഈഥൈൻ. ഒന്ന് തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്നല്ലേ പേരുള്ളൂ, മെത്തോക്സി ഈഥൈൻ. നിങ്ങൾ അതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പ് നോക്ക്. ഇവിടെ മീഥൈൽ, ഇവിടെ ഈഥൈൽ, ഇവിടെയോ ഇവിടെയും മീഥൈൽ, ഇവിടെ ഈഥൈൽ. അപ്പൊ മീഥൈൽ ഈഥൈൽ എന്ന ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ, സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ ഇവിടെ ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു മെറ്റാമറിസം പോസിബിൾ അല്ല. മനസ്സിലായില്ലേ? അപ്പൊ മെറ്റാമറിസം താഴെ പറയുന്നതിൽ ആർക്കാണ് മെറ്റാമറിസം കാണിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമായിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ ചില കുട്ടികൾക്ക് ചില ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. അതിനൊരു മിനിമം നമ്പർ ഓഫ് കാർബൺ കൂടി വേണം, എന്നാലേ ഈ സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആവാൻ സാധിക്കുകയുള്ളൂ. അതിന് മിനിമം 4 കാർബൺ വേണം, എക്സ്ക്ലൂഡിംഗ് ദി കാർബൺ ആറ്റം ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഡീലാണല്ലോ. റിംഗ് ചെയിൻ ഐസോമറിസം ആണടാ നെക്സ്റ്റ്. റിംഗ് ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം കെമിക്കൽ ഫോർമുലയാണ്. കെമിക്കൽ ഫോർമുല സെയിം ആണ്, പക്ഷെ ഒരു കോമ്പൗണ്ട് റിംഗ് ഫോമിലാണെങ്കിൽ മറ്റേ കോമ്പൗണ്ട് ചെയിൻ ഫോമിലായിരിക്കും. ചെയിൻ ഫോം മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈസ് ഇക്വലന്റ് ടു 1 റിംഗ്. ഓർത്ത് വെച്ചോട്ടാ, ഒരു ഡബിൾ ബോണ്ട് ഈസ് ഇക്വലന്റ് ടു 1 റിംഗ്. ഫോർമുല പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഫോർമുല ഞാൻ കാണിച്ചു തരാം. ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈക്വലന്റ് ടു 2 റിംഗ് ആണ്. ഒരു ട്രിപ്പിൾ ബോണ്ട് ഈസ് ഇക്വലന്റ് ടു 2 റിംഗ്. 2 റിംഗിന് ഇക്വലന്റ് ആണ് ഒരു ട്രിപ്പിൾ ബോണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ ഡബിൾ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ അല്ലേ? അതിലൊരു ഡബിൾ ബോണ്ട് ഇല്ലേ? അപ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല 3 കാർബൺ ഉള്ള ഒരു റിങ്ങിന് ഈക്വൽ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഫോർമുല പറഞ്ഞേ. 3 കാർബൺ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 കാർബൺ C3. എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 3, ടോട്ടൽ 6, C3H6. ഇവിടെ നോക്കിയടാ, ഇവിടെ എല്ലാ കോർണറുകളും CH2 എന്നല്ലേ? ഇത് CH2, ഇത് CH2, CH2. അയാളുടെ ഫോർമുലയും C3H6 എന്നല്ലേ വരിക. അപ്പോൾ സെയിം കെമിക്കൽ ഫോർമുലയാണ്. കെമിക്കൽ ഫോർമുല ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് പറഞ്ഞൊന്ന് കേട്ടാൽ മതി. ഒരു ഡബിൾ ബോണ്ട് ഉള്ള ചെയിന്, അതിന്റെ കെമിക്കൽ ഫോർമുല വിൽ ബി ഈക്വൽ ടു സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ഒരു റിങ്. ആ റിങ്ങിൽ ഡബിൾ ബോണ്ട് ഒന്നും ഉണ്ടാവില്ല, നേരെയുള്ള ഒരു റിങ്, അതിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 4 കാർബണാ. 4 കാർബൺ ആണെങ്കിൽ ഫോർമുല C4H8 എന്ന് വരും. ആൽക്കീൻ ആണല്ലോ. ആൽക്കീൻ ആകുമ്പോൾ നേരെ ഡബിൾ അല്ലേ ഹൈഡ്രജൻ എണ്ണം വരിക, CnH2n എന്നല്ലേ ആൽക്കീനിന്റെ ഫോർമുല. ഇവിടെ നോക്കിയാൽ ഇവിടെ 4 ഭാഗത്തും ദ റിങ് ആകുമ്പോൾ 4 ഭാഗത്തും എന്ത് തന്നെയാണ്? CH2 ഗ്രൂപ്പാണ്. 4 CH2 വന്നാൽ അതിന്റെ ഫോർമുലയും C4H8 എന്ന് വരും. അപ്പൊ കെമിക്കൽ ഫോർമുല രണ്ടിടത്തും സെയിമാ. സെയിം കെമിക്കൽ ഫോർമുലയാണ്, പക്ഷെ ഈ കാണുന്ന ആളുകളൊക്കെ ചെയിൻ ആണ്, ഈ കാണുന്ന ആളുകളെല്ലാം റിംഗ് ആണ്. അപ്പൊ ആദ്യത്തെ 2 കോമ്പൗണ്ടുകൾ, ആദ്യത്തെ 2 കോമ്പൗണ്ട് ആദ്യത്തെ ഈ 2 കോമ്പൗണ്ടുകൾ തമ്മിൽ രണ്ടും സെയിം കെമിക്കൽ ഫോർമുലയാണ്, പക്ഷെ ഒരാൾ റിംഗും ഒരാൾ ചെയിൻ ആണ്. അപ്പോൾ അവരെ തമ്മിൽ നമ്മൾ എന്ത് ഐസോമർ എന്നാ പേര് പറയുക? റിംഗ് ചെയിൻ ഐസോമറിസം എന്നാണ് പേര് പറയുക. എന്ന പോലെ തന്നെ അവസാനത്തെ 2 ആളുകൾ തമ്മിലും അവർ തമ്മിൽ റിംഗ് ചെയിൻ ഐസോമറിസമാണ്. ഒരാൾ റിംഗ് ആണ്, മറ്റൊരാൾ ചെയിൻ ആണ്. റിംഗ് ചെയിൻ ഐസോമറിസം മനസ്സിലായില്ലേ? ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്, നോക്കിക്കോ. CH3 സിംഗിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട്, CH. ട്രിപ്പിൾ ബോണ്ട് വന്നാലോ? ട്രിപ്പിൾ ബോണ്ട് വന്നാലേ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഒരു 5 കാർബൺ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 4 കാർബൺ ഉണ്ടായിക്കോട്ടെ. CH3 4 കാർബണുള്ള 2 റിങ് പോസിബിളാണ്. ഇതാ നോക്കിക്കോ. ഒരു ട്രിപ്പിൾ ബോണ്ട് അല്ലടാ ഉള്ളത്. ഒരു ട്രിപ്പിൾ ബോണ്ട് വിൽ ബി ഈക്വൽ ടു 2 റിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. 2 റിങ്. ഇപ്പൊ 4 കാർബൺ ഉള്ള, ഇതിപ്പോ 4 കാർബൺ ആണല്ലോ, 4 കാർബൺ ഉള്ള 2 റിംഗ് ഉള്ള ഒരു സ്ട്രക്ചറിന് ഇത് ഐസോമറാണ്. എങ്ങനെയാണ് കാണുക? നോക്കിക്കോട്ടോ. ഇതിലിപ്പോൾ എത്ര കാർബൺ ഉണ്ട് നോക്കിക്കേ. ഇതൊരു സൈക്ലോ കോമ്പൗണ്ട് ആണല്ലോ. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബണാണ്.
ഞാനിതിലൊരു ബ്രിഡ്ജ് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഇപ്പം എത്ര കാർബണായി? 4 കാർബണായി. 1 2 3 4 കാർബണായി. അപ്പോൾ 4 കാർബണുള്ള 2 റിങ്ങുള്ള ആള്, ഇതിലിപ്പോൾ 2 റിങ് ആണല്ലോ ഉള്ളത്, ശരിയല്ലേ? ഒരു റിങ് ഇതാ അവിടെ, ഒരു റിങ് ഇതാ ഇങ്ങനെ ഒരു റിങ്, ഇവിടെ കളർ വരട്ടെ, ഇതാ ഇങ്ങനെ ഒരു റിങ് ഉണ്ട്. അടുത്ത റിങ് എങ്ങനെയാണുള്ളത്? ഇതാ വേറെ കളർ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു റിങ്ങും ഉണ്ട്. 2 റിങ് ഉണ്ട്. 2 റിങ്ങുള്ള കോമ്പൗണ്ടിന് ഈക്വലാണ്. നമുക്ക് കെമിക്കൽ ഫോർമുല വെച്ചൊന്ന് ചെയ്ത് നോക്കാം. പൊന്നു മോനെ പറ, ഇയാളുടെ ആദ്യം എഴുതിയ ആളുടെ ഫോർമുല പറ. എത്ര കാർബൺ ഉണ്ട്? 4. ഹൈഡ്രജൻ ഇവിടെ 3, ഇവിടെ 3, ഇത്രയല്ലേ ഉള്ളൂ, H6. ഇനി ഞാൻ പേന കൊണ്ട് തൊടുന്ന സ്ഥലത്ത് ഒന്നാമത്തെ കാർബൺ, എന്താ റിങ്ങിൽ ഉള്ള ഒന്നാമത്തെ കാർബണിൽ എന്താണ് അവിടെ കാണുന്നത്? CH അല്ലേ ഉള്ളൂ. കാര്യം 3 വാലൻസി കംപ്ലീറ്റഡ് ആണ്, ബാക്കി CH. 2ൽ CH2 എന്നുണ്ടാകും, 3ൽ CH എന്നുണ്ടാകും, 4ൽ CH2 എന്നുണ്ടാകും, ശരിയല്ലേ? ഫോർമുല ഒന്ന് എഴുതി വയ്ക്കേ. 4 കാർബൺ, കാർബൺ 4 C4. ഇവിടെ 2 3 5 1 6 H6. സെയിം കെമിക്കൽ ഫോർമുല അല്ലേ വന്നത്? പക്ഷെ എന്താ പ്രത്യേകത? ഒരാൾ റിംഗ് ആണ്, ഒരാൾ ചെയിൻ ആണ്. അപ്പോൾ അത് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ 2 ചെയിനുള്ള 2 റിംഗ് ഉള്ള കോമ്പൗണ്ടിന് അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ കെമിക്കൽ ഫോർമുല നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. കെമിക്കൽ ഫോർമുല സെയിം ആണ്. ഒരാൾ റിംഗ് ആണ്, ഒരാൾ ചെയിൻ ആണ് എങ്കിൽ ഒന്നും നോക്കണ്ട, അവർ തമ്മിൽ റിംഗ് ചെയിൻ ഐസോമറിസമാണ്. ഡീലല്ലേ മക്കളെ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ടോട്ടോമറിസം പറഞ്ഞു, പിന്നെ മെറ്റാമറിസം പറഞ്ഞു, പിന്നെ റിംഗ് ചെയിൻ ഐസോമറിസം പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസവും ഒപ്റ്റിക്കൽ ഐസോമറിസവുമാണ് കാണിക്കാൻ പോകുന്നത്, സ്റ്റീരിയോ ഐസോമറിസം. അതോടുകൂടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഐസോമറിസം മുഴുവൻ തീരും. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.